ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആരാണ് ഔട്ടാവാൻ പോകുന്നത്, അതുപോലെ തന്നെ ആരൊക്കെയാണ് ഡേഞ്ചർ സോണില് അല്ലെങ്കിൽ ഔട്ടാവാൻ സാധ്യതയുള്ള കുറച്ച് പേരുടെ പേരുണ്ട്. ഞാനൊന്ന് യൂട്യൂബിന്റെ പോൾ അനുസരിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. എന്റെ പേര് ഷഹീർ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു 5 പേരുണ്ട് ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത്. ഇത് ഞാൻ യൂട്യൂബിന്റെ പോളൊക്കെ നോക്കി അനുസരിച്ചാണ് പറയുന്നത് കേട്ടോ. യൂട്യൂബിൽ ഇടുന്ന ആൾക്കാരൊക്കെ ഇടുന്ന പോൾസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ അനുസരിച്ചിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ അതില് ആദ്യത്തെ വോട്ട് കൂടുതൽ നിന്ന് കുറവിലേക്ക് പോകുന്ന രീതിയിൽ പറയാം. ഓക്കെ, അതിൽ ഏറ്റവും കൂടുതൽ വോട്ടുള്ളത് അഭിലാഷ്, പ്രവീൺ, പിന്നെ സാബുമാൻ, ലക്ഷ്മി, മസ്താനി. ഈ 5 കണക്കെന്ന് വെച്ചാൽ ആദ്യത്തെ ഇപ്പൊ 5ാമത്തെ ഞാൻ പറഞ്ഞ മസ്താനിയാണ് അല്ലെ. മസ്താനിയേക്കാളും കൂടുതൽ വോട്ട് അഭിലാഷനുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ എന്റെ ഇത് വെച്ച് നോക്കുമ്പോൾ എന്താണ്, ഒരു ഡബിൾ എവിക്ഷൻ നടക്കുകയാണെങ്കിൽ, ഇഫ് ഇൻ കേസ് നടക്കുകയാണെങ്കിൽ ലക്ഷ്മി അല്ലെങ്കിൽ മസ്താനി ഒരാളാണ് ഔട്ടാവുന്നത് എങ്കിൽ മസ്താനി ആയിരിക്കും ഔട്ടാവുന്നത്. കാരണം വോട്ട് കുറവാണ്. നമ്മുടെ യൂട്യൂബിന്റെ പോൾ അനുസരിച്ചാണ്. പിന്നെ ജിയോ ഹോട്ട്സ്റ്റാറിൽ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. അത് ചിലപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ഒന്നല്ലല്ലോ, ചിലപ്പോൾ മാറി മറിഞ്ഞേക്കാം. ഒരു ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ ഇവർ 2 പേരായിരിക്കും, ലക്ഷ്മിയും മസ്താനി ആയിരിക്കും. അല്ലെങ്കിൽ എന്താണ്, മസ്താനി മാത്രമായിരിക്കും. കാരണം മസ്താനിക്ക് മാത്രമാണ് വോട്ട് ഏറ്റവും കുറവുള്ളത്. അപ്പൊ അറിയില്ല എങ്ങനെയാണെന്ന്. പിന്നെ നമ്മുടെ ലാലിന്റെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങി എന്നാണ് തോന്നുന്നത്. ഈ ഒരു ടൈം ആകുമ്പോൾ തുടങ്ങേണ്ടതാണ്, തുടങ്ങി കാണും. അപ്പോൾ ശനിയാഴ്ചത്തെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പോൾ നമുക്ക് നോക്കാം. ഒരു 2 മണി വരെ ഉള്ളിൽ നമുക്കൊരു അപ്ഡേറ്റ് കിട്ടും ആരാണ് ഔട്ടാവുന്നതെന്ന്. അപ്പൊ ഞാൻ വീഡിയോ ആയിട്ട് പറയുന്നതാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന ഈ 5 പേരിൽ 2 പേരാണ് പോകുന്നതെങ്കിൽ ലക്ഷ്മി മസ്താനിയും, ഒരാളാണ് പോകുന്നതെങ്കിൽ മസ്താനി മാത്രമായിരിക്കും പോകുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.